ഹലോ ഗൈസ്, ഒന്നെങ്കിൽ ക്യൂട്ടായിട്ട് അല്ലെങ്കിൽ എസ്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അത് മതി എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ പെയിൻറ്റിങ് തന്നെ ചെയ്യാം. കഴിഞ്ഞ ദിവസം ബോഹോ പെയിൻറ്റിങ് ചെയ്തപ്പോഴേക്കും എൻ്റെ വൈറ്റ് ആക്രിലിക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബോട്ടിൽ ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടെങ്ങാണ്ടോ ബീച്ചിൽ പോയപ്പോൾ പെറുക്കിക്കൊണ്ട് വന്ന കുറച്ച് ഷെല്ലും എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ഓഷ്യൻ തീമിലുള്ളൊരു പെയിൻറ്റിങ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ചെറിയ ബോട്ടിലായതുകൊണ്ട് വേഗം തന്നെ പരിപാടി കഴിയുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല. അപ്പോൾ എനിക്ക് ലൈറ്റ് ബ്ലൂ കളറായിരുന്നു വേണ്ടത്. അതിൻ്റെ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളർ ഉണ്ടാക്കിയെടുത്ത് ഇത് ഫുള്ള് ടെക്സ്ചർ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഞാൻ നടുക്കായിട്ട് ഇച്ചിരി ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ആ ഒരു സ്പേസ് ഫ്രീ ആക്കി വിട്ടിട്ട് അവിടെ ഷെല്ലൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. സംഭവം ബ്ലൂ പെയിൻറ്റ് വെച്ച് ഈ ഒരു 2 ഭാഗത്തായിട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അത് ഡ്രൈ ചെയ്യാൻ വെച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ ആ നടുക്ക് ഭാഗത്തായിട്ട് എൻ്റെ കയ്യിലുള്ള ഷെല്ലെല്ലാം ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് കുറച്ച് നേരം ഇതിങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഇവിടെ സ്പേസ് ഭയങ്കര ബ്ലാങ്കായിട്ട് കിടക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ ആ ബ്ലൂ ഭാഗത്തിന് ഒരു വൈറ്റ് ഔട്ട്ലൈൻ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഷെൽസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഒരു ഡോട്ടായിട്ട് വൈറ്റ് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സിമ്പിളായിട്ടാണ് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് ചെയ്യാൻ ഇപ്പോൾ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട. സംഭവം ഭയങ്കര സിമ്പിളാണ്, അതേപോലെ ക്യൂട്ടുമാണ്. അപ്പം ഇതിനകത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു ചെടി വെറുതെ വെച്ചെടുത്തു. വേറെ എന്താ ഇതിൽ വെക്കേണ്ടതെന്ന് അപ്പം എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതുപോലെ ചെയ്തു. അപ്പോൾ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വീഡിയോസ് വേണമെങ്കിലും പറയണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.